കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുകയാണ്. നിങ്ങൾ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന സപ്പോർട്ടുകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാരംഭ സമയം തന്നെ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചായിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്നും മുടിയും താടിയും എല്ലാം വെട്ടി പുതിയ വസ്ത്രം ധരിപ്പിച്ച് രാജാവിന്റെ മുമ്പിൽ നിർത്തി. അതുവരെയും രാജാവ് തന്റെ പ്രജകളോട് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു. എന്നാൽ ജോസഫ് പറയുന്ന കാര്യം കേൾക്കുവാൻ രാജാവും അവിടെയുള്ളതായിരിക്കുന്ന മന്ത്രിമാരും അവിടെയുള്ളതായിരിക്കുന്ന സർവ്വജനങ്ങളും കാത്തിരിക്കുമ്പോൾ ജോസഫ് അക്കാര്യം വ്യക്തമായി പറഞ്ഞു. തന്റെ കയ്യിൽ മോതിരമിട്ടു, പട്ടുവസ്ത്രം ധരിപ്പിച്ചു, വാഹനങ്ങൾ കൊടുത്തു, വീട് കൊടുത്തു, അധികാരത്തിന്റെ അലങ്കാരങ്ങളും നൽകി, കിരീടവും നൽകി എന്നെ അനുഗ്രഹിച്ചു. ഒരു ദൈവികമായിരിക്കുന്ന ദർശനത്തിന്റെ വ്യാപ്തിയിൽ എത്തിച്ചേർന്ന നിമിഷങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം ഒരു വ്യക്തിയെ എവിടെ നിർത്തുന്നുവോ അവിടെ ദൈവികമായ പ്രവൃത്തിയും ദൈവികമായ അനുഗ്രഹങ്ങളും ചൊരിയും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയമുള്ളവരെ, നിങ്ങളെ നിർത്തിയ സ്ഥലം കഷ്ടതയുള്ളതാകാം, വേദനയാകാം, ദുഃഖമാകാം, സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാകാം. നിരാശപ്പെടേണ്ട. അതിന്റെ പിന്നിൽ ദൈവത്തിന് നിങ്ങളിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതിനായിട്ട് ഒരുങ്ങുക, നമ്മെ തന്നെ സമർപ്പിക്കുക. ഇന്ന് മറ്റൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. ഇത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞത് ആയിരുന്നു. കർത്താവിൽ പ്രിയരെ, നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് ദൈവദാസന്മാർ, ഒരുപാട് പ്രസംഗിച്ച് കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ അനുഗ്രഹീതനായിരിക്കുന്ന പ്രവാചക ഗണത്തിൽ ഒരു വ്യക്തിയായിരുന്നു യെഹെസ്കേൽ. യെഹെസ്കേലിന്റെ 1-ാം പുസ്തകത്തിന്റെ ആരംഭത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, 1-ാം അധ്യായം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കേവാർ നദിയുടെ തീരത്തിരുന്ന് കരയുന്ന യെഹെസ്കേലിലേക്കാണ്. പ്രവാസ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും ഇല്ലായ്മകളും വല്ലായ്മകളും ഏറിക്കൊണ്ട് നല്ല ഒരു ദിനത്തിന് വേണ്ടി, നല്ല ഒരു സുദിനത്തിന് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടി, ഒരു മടങ്ങി വരവിന് വേണ്ടി, മടങ്ങി പോക്കിന് വേണ്ടി അവിടെയുള്ളതായിരിക്കുന്ന കഷ്ടപ്പാടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അത് ഓർത്തുകൊണ്ട് വ്യാകുലപ്പെട്ട് കരയുന്ന ഒരു ദേവദാസൻ. അങ്ങനെ കരയുമ്പോൾ സ്വർഗം തുറന്ന് തന്റെ അരിയിലേക്ക് ഇറങ്ങി വന്നു. തന്നോട് ദൈവം സംസാരിക്കുന്നു. ഈ ജനത്തിന്റെ പ്രവാചകനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. കഴിവുകളില്ലാത്ത, ശ്രേഷ്ഠതയില്ലാത്ത, മൂല്യബോധമില്ലാത്ത, കാഴ്ചപ്പാടുകളില്ലാത്ത, ദർശനമില്ലാത്ത ഒരു വ്യക്തിയാണ് യെഹെസ്കേൽ. എനിക്കതിനുള്ള കഴിവുകളുണ്ടോ? എനിക്കതിനാവുന്ന കാര്യമല്ല. അതിനുള്ള പ്രാപ്തി എനിക്കില്ല, അതിനുള്ള ശക്തി എനിക്കില്ല, അതിനുള്ള ബുദ്ധിയോ ജ്ഞാനമോ വിവേകമോ അറിവുകളോ ഒന്നും എനിക്കില്ല. ദൈവത്തോട് പറയുകയാണ്. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് നിർത്തും. അങ്ങനെ ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടെ യെഹെസ്കേൽ അഭിഷിക്തനായ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി. ഒരുപാട് ദർശനങ്ങൾ രാജാക്കന്മാരോടും ജനങ്ങളോടും പറയുന്നുണ്ട്. ഒരുപാട് ദൈവിക ആലോചനകൾ ദൈവജനത്തോട് അറിയിക്കുന്നുണ്ട്. ഒരുപാട് പോകാത്ത ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവികമായ ശുശ്രൂഷ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അനവധിയായ കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ ഇടയായിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ദാസൻ ഒരിക്കൽ
ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുകയാണ്. ഒരിക്കൽ ദൈവം പറഞ്ഞു, കാണുന്ന മലയ്ക്കപ്പുറത്തുള്ള താഴ്വരയിലേക്ക് നീ പോകണം, മലയുടെ താഴ്വരയിൽ. ദൈവദാസൻ പറഞ്ഞു, ഞാൻ കേൾക്കാം, അനുസരിക്കാം. അങ്ങനെ ആ അനുസരണത്തോടുകൂടെ കടന്നു ചെല്ലുമ്പോൾ ഒരു മലയിൽ നിന്നും താഴ്വരയിലേക്ക് നോക്കി. അവിടെ ഒന്നുമില്ല. വീടുകളില്ല, ആൾക്കാരില്ല, കൃഷിയിടങ്ങളില്ല, ഫലവൃക്ഷങ്ങളില്ല, പുഴയില്ല, ഒഴുക്കില്ല. മുഖമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണ്, ശ്മശാനമുഖമായിരിക്കുന്ന അവസ്ഥയാണ്. കാരണം അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. ദൈവദാസൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകേണ്ടത്? അവിടെ ആരുമില്ല. എന്തിനാണ് എന്നെ അവിടെ അയക്കുന്നത്? പ്രതീക്ഷയില്ല. എങ്കിലും ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അയക്കുകയാണ്. ദൈവദാസനോട് പറഞ്ഞു, നീ അവിടെ പോയി നിൽക്കണം. തന്നെ അസ്ഥികളുടെ നടുവിൽ, താഴ്വരയുടെ നടുവിൽ യഹോവയായിരിക്കുന്ന ദൈവം നിർത്തി. വെറുതെയല്ല, ദൈവത്തിന്റെ കൈ ഒന്ന് വന്നപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് വന്നപ്പോൾ, ദൈവശക്തി വന്നപ്പോൾ, ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ട അവസ്ഥയിൽ ദൈവത്തിന്റെ ദാസൻ അസ്ഥികളുടെ നടുവിൽ പോയി നിൽക്കുകയാണ്. പ്രതീക്ഷയ്ക്കൊന്നും കാണാനില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കുന്നവരാണ്, പല സ്ഥലത്തും ജോലി ചെയ്യുന്നവരാണ്, ജോലി തേടുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. നേട്ടം പറയത്തക്ക നിലയിലില്ല. വർഷങ്ങളായി ജോലി ചെയ്യുന്നു, ഒരു നേട്ടവുമില്ല. നമ്മൾ പറയും, ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു, ഒരു വിജയവുമില്ല, പരാജയമാണ്. ഒരുപാട് സ്ഥലത്ത് മാറി നോക്കി, അവിടെയൊക്കെ പരാജയമാണ്. ജീവിതത്തിൽ പരാജയത്തിന്റെ വാക്കുകൾ മാത്രമാണ് പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ പറയുന്നത്. നിരാശകളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടേതായിരിക്കുന്ന ജീവിതം തന്നെ ശ്മശാനമുഖമായ അവസ്ഥയാണ്, ശ്മശാനത്തിന് തുല്യമാണ്. അവിടെയൊന്നും മനുഷ്യരില്ല, നിരാശകൾ മാത്രമാണ്, പ്രതീക്ഷകളില്ല, പ്രതീക്ഷയ്ക്കൊത്തവണ്ണം വളരാൻ കഴിയുന്നില്ല. ഒരുപാട് ആഗ്രഹങ്ങളും ആശയങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ മനുഷ്യ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊത്തവണ്ണം വളരാൻ പറ്റിയില്ല. ഒരുപക്ഷെ അത് പണമായിരിക്കാം, ഒരുപക്ഷെ കൂടെ ആളില്ലാത്തത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഒറ്റപ്പെട്ട നിലയിലായ കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഏകാന്ത അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ നിരാശയുടെ അവസ്ഥയായിരിക്കാം. എങ്ങും എത്തിയിട്ടില്ല. അതോർത്ത് വളരെ ദുഃഖമുണ്ട്. പലപ്പോഴും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ പ്രയത്നവും പ്രവർത്തനങ്ങളും നിരാശപ്പെടുത്തുക തന്നെ ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരുപക്ഷെ നമുക്ക് വളരാൻ പറ്റിയില്ല. നമ്മൾ ആഗ്രഹിച്ച നിലയിൽ പഠിപ്പിച്ച് അവർക്ക് മക്കൾക്ക് വളരാൻ പറ്റിയില്ല. നമ്മൾ ആഗ്രഹിച്ച നിലയിൽ കുഞ്ഞുങ്ങൾ, വിവാഹം, പെൺകുട്ടികൾ, അവരുടെ വിവാഹം നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ നിരാശകളും ദുഃഖങ്ങളും നിറഞ്ഞ ജീവിതത്തിന്റെ നാൾ വഴികളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ അല്ലെ, പലപ്പോഴും നിരാശയുടെ വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്ക്. സങ്കടത്തിന്റെ വാക്കുകളാണ്, പ്രയാസത്തിന്റെ വാക്കുകളാണ്, ദുരിതത്തിന്റെ വാക്കുകളാണ്, ഇല്ലായ്മയെക്കുറിച്ചുള്ള വാക്കുകളാണ്. ഒന്നുമില്ല, ഇതുവരെയും ജോലി ചെയ്തു, ഒന്നുമില്ല, ഇതുവരെയും കഷ്ടപ്പെട്ടു, ഒന്നും ഇല്ല. എല്ലാം നിരാശകൾ മാത്രം. ആ കണ്ണുകളിൽ നിരാശയുണ്ട്, ആ വാക്കിൽ നിരാശയുണ്ട്, ആ മുഖത്ത് നോക്കുമ്പോൾ നിരാശയുണ്ട്, ആ നടപ്പിൽ നിരാശയുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ നിരാശയുണ്ട്. ഒരു സന്തോഷമില്ല. കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നു. വെള്ളം കുടിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, യാത്ര ചെയ്യുന്നു, പള്ളിയിൽ പോകുന്നു, വിവാഹത്തിൽ പങ്കെടുക്കുന്നു, മാമോദിസയിൽ പങ്കെടുക്കുന്നു, ബർത്ത്ഡേക്ക് പങ്കെടുക്കുന്നു. വിവിധ ഇടങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. യെഹെസ്കേലിനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കണം. യെഹെസ്കേലിന്റെ എല്ലാ ചിന്തകളും നഷ്ടപ്പെട്ടു. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും ശ്രേഷ്ഠമായിട്ട് എന്തെങ്കിലും കിട്ടുമോ? വളരെ നിരാശയോടുകൂടെ ദൈവത്തിന്റെ ദാസൻ നിൽക്കുക. ദൈവം പറഞ്ഞു, ഞാൻ നിന്നിലൂടെ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിരാശയാകാം, ദുഃഖമാകാം, വേദനയായിരിക്കാം, വിട്ടുപോകണമെന്ന് തോന്നും, ഇനി ജീവിക്കേണ്ടെന്ന് തോന്നും. എല്ലാ ആശയങ്ങളും ആഗ്രഹങ്ങളും അസ്തമനത്തിന് തുല്യമായ ജീവിതത്തിന്റെ അനുഭവമായി മാറുമ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ ചെയ്യും, അവിടെ അത്ഭുതങ്ങൾ നടക്കും,
അത്ഭുതകരമായ ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തിൽ എത്തിച്ചേരുവാൻ, ആത്മാവിൽ നിറയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. അതിനായിട്ട് ശക്തീകരിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. ദൈവം ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അനുസരണത്തോടുകൂടെ നിൽക്കുക, വിനയത്തോടെ സൗമ്യതയോടെ പ്രാപിക്കാൻ വേണ്ടി മാത്രം നിൽക്കുക. കർത്താവ് പറഞ്ഞ 2-3 പേര് കൂടുമ്പോൾ അവിടെ നടുവിലുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിലും എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം കേൾക്കപ്പെടുന്ന വചനത്തിന്റെ മുൻപിൽ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. രോഗികളായി കഴിയുന്നവരുണ്ട്, ഭാരത്തിൽ ഇരിക്കുന്നവരുണ്ട്, പലവിധമായ പ്രയാസ പ്രതിസന്ധികൾ തളർന്ന് എല്ലാ ലക്ഷ്യവും നഷ്ടപ്പെട്ട ജീവിതം വേദനയിലും ദുഃഖത്തിലും ഇരിക്കുന്നവർ, അവരെ ആശ്വസിപ്പിക്കണം. ജന്മദിനവും ഈ വകവാർഷികവും ആഘോഷിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തുമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, ഗൾഫ് മേഖലയിലുണ്ട്, യൂറോപ്യൻ രാജ്യത്തുണ്ട്, അമേരിക്കൻ നാടുകളിലുണ്ട്, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമായി താമസിക്കുന്നവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. നന്മകളും അനുഗ്രഹങ്ങളും നിറയ്ക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവങ്ങളെ ശക്തി